ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎസുമായി നേരത്തെ ഉണ്ടാക്കിയ വ്യാപാര ഉടമ്പടി ദക്ഷിണ കൊറിയ പാലിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ, തടി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ തീരുവ 15% നിന്ന് 25%ലേക്കാണ് ഉയർത്തിയത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ യുഎസും ദക്ഷിണ കൊറിയയും തമ്മിൽ ഒരു വ്യാപാര സുരക്ഷാ കരാറിൽ ഏർപ്പെട്ടതിന് മാസങ്ങൾക്കു ശേഷമാണ് ട്രംപിന്റെ നടപടി എത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജേമുങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത്. ദക്ഷിണ കൊറിയയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾക്കൊപ്പം അമേരിക്കയുടെ തീരുവ വെട്ടിക്കുറയ്ക്കലും ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് കരാർ അന്തിമമാക്കിയതും. അന്നത്തെ കരാർ പ്രകാരം വാഹനങ്ങൾ, കാർ ഭാഗങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുൾപ്പെടെ ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾ 15% തീരുവയാണ് തീരുമാനിച്ചിരുന്നത്. ദക്ഷിണ കൊറിയൻ കാറുകൾക്കുള്ള യുഎസ് തീരുവ 25% നിന്ന് കുറച്ചതായിരുന്നു കരാറിലെ നിർണായക തീരുമാനം. ദക്ഷിണ കൊറിയയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 27% ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ കാർ കയറ്റുമതിയുടെ പകുതിയോളം വരും ഇത്. തീരുവ ഉയർത്താനുള്ള നീക്കം ദക്ഷിണ കൊറിയയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്ന് യുഎസിലേക്കുള്ള വാഹന കയറ്റുമതിക്ക് 15% മാത്രമാണ് യുഎസ് തീരുവ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ കാനഡയ്ക്കുമേൽ 100% തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. തീരുമാനം കാനഡയ്ക്ക് ആപത്താകുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് ട്രംപ് മുന്നറിയിപ്പും നൽകി. ബെയ്ജിംഗ് സന്ദർശിക്കുന്നതിനിടെ വിശ്വസിക്കാവുന്ന പങ്കാളിയെന്ന് കാർണി ചൈനയെ വിശേഷിപ്പിച്ചിരുന്നു. ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും കാർണി കൂട്ടിച്ചേർത്തിരുന്നു. ഇതാണ് ട്രംപിന്റെ തീരുമാനത്തിന്റെ പ്രധാന കാരണം. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ തീരുവകളെ ആയുധമാക്കി രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിനെ ട്രംപിനെ കാർണി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ബോർഡ് ഓഫ് പീസ് സേനയിൽ കാനഡയുടെ ക്ഷണം ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. കാനഡയുടെ ഗവർണർ എന്നാണ് ട്രംപ് കാർണിയെ പരിഹാസപൂർവ്വം വിശേഷിപ്പിച്ചത്. യുഎസിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവരാനും പോകാനും ചൈനയ്ക്കുള്ള ഇടത്താവളമായി പ്രവർത്തിക്കാനാണ് കാനഡയുടെ തീരുമാനമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും കാർണിക്ക് തെറ്റിപ്പോയി എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. കാനഡയെ മുഴുവനായി ചൈന വിഴുങ്ങിക്കളയുമെന്നും വാണിജ്യ വ്യാപാര രംഗത്തെയും സാമൂഹിക ബന്ധങ്ങളെയും സാധാരണ ജനജീവിതത്തെയും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഗ്രീൻലാൻഡിൽ ഗോൾഡൻ ഡോം സ്ഥാപിക്കുന്നതിനെ കാനഡ എതിർത്തതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. ഗ്രീൻലാൻഡിൽ ഗോൾഡൻ ഡോം സ്ഥാപിച്ചാൽ അത് കാനഡയെയും സംരക്ഷിക്കും. അതിനു പകരം അവർ ചൈനയുമായി വ്യാപാരം നടത്താനാണ് താൽപര്യപ്പെടുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാമെന്ന് ചൈനയും ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് കോട്ട നൽകാമെന്ന് കാനഡയും ധാരണയിലെത്തിയിരുന്നു. കാനഡയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഉറപ്പിക്കുന്ന തീരുമാനമായാണ് ലോകരാജ്യങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.